നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. മുഖ്യമന്ത്രിക്ക് BJP സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി. താൻ രാഷ്ട്രീയ വിദ്വാൻ അല്ലായിരിക്കാം, പക്ഷേ ശബരിമലയെക്കുറിച്ച് നന്നായി അറിയാം. അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിനെ ക്ഷണിച്ചതിൽ രാഷ്ട്രീയം. ഭക്തരുടെ സംഗമമാണെങ്കിൽ DMKയെ ക്ഷണിച്ചതെന്തിനെന്നും രാജീവ് ചന്ദ്രശേഖർ. പാലക്കാട് CPMൽ പോര് മുറുകുന്നു. PK ശശി വിഭാഗത്തിന്റെ സഹകരണ ബാങ്ക് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പാർട്ടിക്കാർ. പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് ബൈബിൾ നോക്കി പഠിക്കണമെന്ന് PK ശശി. കൊച്ചിയിലെ ഗതാഗത കുരുക്കിൽ ഇടപെട്ട ഹൈക്കോടതി. പോലീസുകാർ നേരിട്ടിറങ്ങണം. സ്വകാര്യ ബസ്സുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കാൻ യോഗം ചേരാനും നിർദ്ദേശം. വീണ്ടും പാളി മുഖ്യമന്ത്രിയുടെ ഫയൽ അദാലത്ത്. തീരുമാനിച്ചതിന്റെ പകുതി പോലും പൂർത്തിയായില്ല. മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും ഇടപെട്ടിട്ടും പ്രഹസനമായി അദാലത്ത്. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ചു. നൌഷേര മേഖലയിൽ തെരച്ചിൽ തുടരുന്നു. ഭാരതത്തിനെതിരെ നടപ്പിലാക്കിയ 50% താരിഫിൽ പ്രതിസന്ധിയിലായി അമേരിക്ക. സാമ്പത്തിക രംഗത്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് US ധനകാര്യ മന്ത്രാലയം. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. താൻ രാഷ്ട്രീയ വിദ്വാൻ അല്ലായിരിക്കാം, പക്ഷേ ശബരിമലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഹിന്ദു വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരുടെ വിരട്ടലൊന്നും വേണ്ടെന്ന പരാമർശം നടത്തിയത്. അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയം അല്ലേ എന്ന് കൂടി ചോദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ഭക്തരുടെ സംഗമമാണെങ്കിൽ DMKയെ ക്ഷണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല, താല്പര്യമില്ലെന്ന് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു. പക്ഷേ ഞാനൊരു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഈ സംസ്ഥാനത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ പേരിൽ ഞങ്ങളിത് പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു റെസ്പെക്റ്റ് കൊണ്ട് കാണുക. ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്ന് പഠിച്ച് ചെയ്യുക. മുഖ്യമന്ത്രി ഒരു ദൈവവിശ്വാസിയല്ല. മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അതിൽ 99% വിശ്വാസികളാണ്. അപ്പോൾ ഞാൻ 18 തവണ ശബരിമല പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു നാസ്തികനായൊരു CPM മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത്? ഇത് ആരാധന ഭാഗമാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും DMKയും വിളിക്കരുത്. നൽകും കൂടുതൽ വിവരങ്ങൾ. ടിൻഡു, കൃത്യമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറു ചോദ്യം മുഖ്യമന്ത്രിയോട്. കാരണം അയ്യപ്പസ്വാമിയുടെ കാര്യമാണ്. അത് വിശ്വാസികളാണോ, വ്രതം നൂറ്റ് അയ്യപ്പസ്വാമിയെ ദർശിക്കാനായി ശബരിമലയിൽ നേരിട്ടെത്തുന്ന വിശ്വാസികളാണോ അക്കാര്യം തീരുമാനിക്കേണ്ടത്, അത് നാസ്തികരാണോ എന്ന്?
അനു, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ രാഷ്ട്രീയ ചോദ്യത്തിന് മറുചോദ്യമായിട്ടായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഒരുപക്ഷെ താൻ രാഷ്ട്രീയ വിദ്വാനല്ലായിരിക്കാം, പക്ഷേ 18 വർഷം മല ചവിട്ടിയ ഒരു വിശ്വാസി എന്ന നിലയിൽ അയ്യപ്പ സംഗമത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. ഈ മാസം സെപ്റ്റംബർ 8 തീയതി പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ ADMKയുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കേരള മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അയ്യപ്പ സംഗമത്തിൽ ഹിന്ദുക്കളെ അവഹേളിക്കുകയും ഹിന്ദു സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന MK സ്റ്റാലിൻ, അതോടൊപ്പം ഉദയനിധി സ്റ്റാലിൻ പോലുള്ള പ്രതിനിധികളെ ഇത്തരത്തിലെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ BJP ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഉൾപ്പെടെ ഇതിൽ പ്രതിരോധമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എതിരഭിപ്രായമുണ്ട്. ഇത്തരം തീരുമാനത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നൊരു ആവശ്യമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പമ്പയിലും നിലയ്ക്കലുമൊക്കെ നടന്ന പോലീസിന്റെ നരനായായിട്ട്, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള പോലീസ് നരനായായിട്ടും അന്നത്തെ സർക്കാരിന്റെ ഈ അനുകൂല നിലപാടും ഒക്കെ വളരെ രീതിയിൽ ഹിന്ദു സമൂഹത്തെ അത് വേദനിപ്പിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്തതാണ്. വൈകാരികതയെ അത്രയധികം ചോദ്യം ചെയ്യപ്പെടുകയും അത്രയധികം ഉപദ്രവിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അത് രാഷ്ട്രീയമെന്നല്ലാതെ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി ഇവിടെ വെളിപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും വീണ്ടും ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഈ പ്രതിനിധികളെ, MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രതിനിധികളെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ കൂടി ഒരു കളിയായിട്ട്, ഒരു രാഷ്ട്രീയ നാടകമായിട്ട് അതിനെ കാണാമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8 തീയതി നടക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കണമെങ്കിൽ, മുഖ്യമന്ത്രി അതിൽ പ്രതിനിധിയാവണമെങ്കിൽ മുൻകാലങ്ങളിൽ ഹിന്ദു സമൂഹത്തോട് ചെയ്തിട്ടുള്ള നരനായാട്ടും അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ നിലപാടുകളിലും അദ്ദേഹം മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രം ആ ധാർമ്മികതയോടുകൂടി മാത്രം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത്തരത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പ്രാതിനിധ്യം അറിയിക്കുന്നവർ അത് ആ ഹിന്ദു സമൂഹത്തിന് കൂടി അനുയോജ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരും ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുമാണെങ്കിൽ അത് അത്രയും നന്നായിരിക്കും എന്നൊരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി ഏത് കാലം മുതൽക്കാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടം വന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. വരും കാലങ്ങളിൽ ഒരു സെക്കുലറിസത്തിലെ മതനിരപേക്ഷതയെ കാണിക്കുന്ന അല്ലെങ്കിൽ സെക്കുലറിസത്തെ കാണിക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സർക്കാരിന് എത്ര കാലം ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളെയൊക്കെ ഇത്തരത്തിൽ കൈയടക്കി വെക്കാൻ സാധിക്കും, അതിലെ അധികാരങ്ങളിൽ ഇടപെടാൻ സാധിക്കും, അത് ഹിന്ദു സമൂഹത്തിനെ ദോഷമായി ബാധിക്കുമെന്ന രീതിയിൽ കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. എന്തായാലും DMKയുടെ പ്രതിനിധിയായിട്ടുള്ള MK സ്റ്റാലിനെ പങ്കെടുപ്പിക്കുന്നതിന് ശക്തമായിട്ടുള്ള എതിർപ്പ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആ എതിർപ്പ് ഈ മുഖ്യമന്ത്രി ആ എതിർപ്പ് കാണുകയും ഒരുപക്ഷെ അതിന് ഹിന്ദുക്കൾക്ക് അനുയോജ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചിട്ടുണ്ടായത്. ഒരു നാസ്തികനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഇത്തരത്തിൽ വിശ്വാസികളുടെ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ ആ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനോ സാധിക്കുമോ എന്ന് കൂടി ചോദിക്കുന്നത്. ദാസ് ക്യാപിറ്റൽസും അതോടൊപ്പം കാറൽ മാർക്സിന്റെയും ഐഡിയോളജി വെച്ചുകൊണ്ട് തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ ഹിന്ദു സമൂഹത്തിന് വേണ്ടി തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ നിലപാട് കൂടിയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അനു, ചിന്തുദാസാണ് വിവരങ്ങൾ നൽകിയത്. അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപടമുഖമെന്ന മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. സർക്കാരിന്റെ നാടകം അയ്യപ്പ ഭക്തരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണെന്ന് കുമ്മനം ചൂണ്ടിക്കാട്ടി. അയ്യപ്പ ഭക്ത സംഗമം എന്ന വൈകാരികത ഉയർത്തി അധികാരം കൈപ്പിടിയിലാക്കാനാണ് ശ്രമം. കാലക്രമേണ ശബരിമല സർക്കാർ മുതലാക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ പമ്പയിൽ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപടമുഖത്തെയാണ് അനാവരണം ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന പച്ചയായ പരമാർത്ഥം എല്ലാ അയ്യപ്പന്മാരിലും വേദന ഉളവാക്കുന്നതാണ്. അവിടുത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്, കമ്മീഷനുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല ഇവിടെ ചർച്ച. ഇവിടെ
അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികമായ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം എന്ന ദുഷ്ടലാക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വളരെ വ്യക്തമാണ്. വാർത്തകളിലേക്ക് വീണ്ടും. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളി. ലക്ഷ്യമിട്ടതിന്റെ പകുതി പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും നേരിട്ട് ഇടപെട്ടിട്ടും അദാലത്ത് പാളിയത് സർക്കാരിന് കനത്ത തിരിച്ചടി കൂടിയാണ്. ഈ മാസം 31-നാണ് അദാലത്ത് സമാപിക്കുക. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നും അതിന് അതിവേഗം പരിഹാരം വേണമെന്നും പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലിങ്ങോട്ട് ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങി. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണമെന്ന് പലതവണ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെങ്കിലും പുല്ലുവിലയാണ് അതിന് വിവിധ വകുപ്പുകൾ നൽകുന്നത്. പൊതുജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പുകളിലും ഡയറക്ടറേറ്റുകളിലുമെല്ലാം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. ഇതോടെയാണ് 2 മാസം നീളുന്ന ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയത്. മന്ത്രിമാർ ഇക്കാര്യം നിരീക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശവും പാളുകയാണ്. സർക്കാർ നിർദ്ദേശിച്ച കാലാവധി അവസാനിക്കാൻ ഇനി ശേഷിക്കുന്നത് 3 ദിവസം മാത്രം. ലക്ഷ്യമിട്ടതിൻ്റെ പകുതി പോലും എത്താൻ ഇപ്പോൾ നടത്തിയ അദാലത്തിലൂടെ കഴിഞ്ഞിട്ടില്ല. ഇതിനെ തുടർന്ന് മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി വീണ്ടും നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടും പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്ക് പോലും പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ നൽകുന്നത് പുല്ലുവിലയാണ്. തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്, ജനം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് പന്തീരങ്കാവിലെ 43 വയസ്സുള്ള യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 9 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. സംസ്ഥാനത്ത് ആശങ്ക ഒഴിയാതെ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് പന്തീരങ്കാവിലെ 43-കാരിക്കാണ് രോഗബാധ ഉണ്ടായത്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 9 പനി ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു 43-കാരി. ഇവരുടെ രോഗം ഭേദമാകാത്തതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത്. 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഉൾപ്പെടെ 4 കോഴിക്കോടുകാരും 3 മലപ്പുറം സ്വദേശികളും 2 വയനാട്ടുകാരുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ ഉള്ളത്. ഇതിനിടെ നാളെയും മറ്റന്നാളും രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തി സംസ്ഥാന വ്യാപകമായി നടക്കും. രോഗം ബാധിച്ച മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ഇതോടൊപ്പം വിവിധ ഇടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിൽ ആശങ്കയിലാണ് ആരോഗ്യ വകുപ്പ്. ജനം, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പിന്റെ കടുത്ത അനാസ്ഥ. ഉപകരണങ്ങളില്ലാതെ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുകയാണ്. നിരവധി രോഗികൾ കടുത്ത പ്രതിസന്ധിയിലുമാണ്. ആരോഗ്യവകുപ്പ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നവർക്ക് പണം നൽകാത്തതാണ് വിതരണം നിർത്തിവെക്കാനുള്ള കാരണം. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതെ കടുത്ത പ്രതിസന്ധിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി. ആൻജിയോപ്ലാസ്റ്റി നടത്താനുള്ള ഉപകരണങ്ങളില്ലെന്ന് കാർഡിയോളജി വിഭാഗം അറിയിച്ചു. കോടികളുടെ കുടിശ്ശികയായതോടെ വിതരണക്കാർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയിരുന്നു. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. വിതരണക്കാർക്ക് നൽകാനുള്ളത് 200 കോടിയിലേറെ രൂപയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ അടക്കം വിതരണക്കാർ ഇക്കാര്യം അറിയിച്ചെങ്കിലും പണം ലഭിച്ചില്ല. മാസങ്ങളായി ലഭിക്കാനുള്ള തുക കുടിശ്ശിക ആയതോടെയാണ് വിതരണം നിർത്തിയതെന്ന് വിതരണക്കാർ അറിയിച്ചു. നൽകാനുള്ള പണം മുഴുവൻ നൽകിയാലേ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം നടത്തുകയുള്ളൂവെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഇതോടെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ അടക്കം ബുദ്ധിമുട്ടാകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ കൂടാതെ കണ്ണൂർ, വയനാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് രോഗികൾ എത്താറുണ്ട്. ശസ്ത്രക്രിയ പോലും താളം തെറ്റിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രോഗികൾ. ജനം, കോഴിക്കോട്. ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിന്റെ പൊതുകടത്തിൽ ഉണ്ടായത് 204% വർധന.
9 വർഷത്തിൽ പൊതുകടം 1.62 ലക്ഷം കോടിയിൽ നിന്ന് 4.94 ലക്ഷം കോടിയായി. 3.31 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് 2 ഭരണകാലയളവിലുമായി പിണറായി സർക്കാർ വരുത്തിവെച്ചത്. ജനം എക്സ്ക്ലൂസീവ്. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ കേരളത്തിന്റെ പൊതുകടം വെറും 1,62,272 കോടി മാത്രം. 2 ടേമുകളിലായി 9 വർഷവും 94 ദിവസവും പിന്നിടുമ്പോൾ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 4,94,091 കോടിയായി കൂടി. 2 പിണറായി വിജയൻ സർക്കാരുകളുടെയും കൂടെ കാലത്ത് പൊതുകടത്തിലുണ്ടായത് 3,31,819 കോടിയുടെ വർധനവ്. അതായത് 204% വർധനവാണ് ഈ കാലയളവിലുണ്ടായിരിക്കുന്നത്. 2016 പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ GSDPയുടെ 29.9% കേരളത്തിന്റെ കടം. 2022-23 അത് 32.1%, 23-24 33.4%, കഴിഞ്ഞ സാമ്പത്തിക വർഷം 33.9% കൂടി. GSDP താരതമ്യത്തിൽ കടം വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന്റെ കടബാധ്യത ആരോഗ്യകരമായ നിലയിലല്ലെന്നതിന്റെ സൂചന നൽകുന്നു. രാജ്യത്താകെ 10 സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തെക്കാളും GSDP കടാനുപാതം കൂടുതലുള്ളവരെന്നതും ഓർക്കണം. വിപണി വായ്പകളിലുള്ള അമിതാശ്രയമാണ് കേരളത്തിന്റെ കടമെടുപ്പിന്റെ അപകടകരമായ വശം. വിപണി വായ്പകൾക്ക് കൂടിയ പലിശ നൽകണമെന്നതും ചെറുചലനങ്ങൾ വരെ പലിശ നിരക്കുകളെ മാറ്റിമറിക്കുമെന്നതുമാണ് പ്രശ്നം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരളമെടുത്ത വായ്പയുടെ സിംഹഭാഗവും പൊതുവിപണിയിൽ നിന്നാണ്. വകമാറ്റാൻ സാധിക്കുമെന്നത് ഇത്തരം കടമെടുപ്പിന് സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബാധ്യത കൂടുമെന്നത് സംസ്ഥാനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ കടക്കണിയിലാക്കുകയാണ്. പലിശക്കണിയും കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നു. 53,666 കോടി കടമെടുത്ത 2024-25 സർക്കാർ പലിശ നൽകിയത് 29,739.32 കോടി രൂപ. 2025-26 പലിശ നൽകാൻ 32,000 കോടി രൂപയോളം വേണ്ടിവരുമെന്നതാണ് ഏകദേശ എസ്റ്റിമേറ്റ്. ഫലത്തിൽ കടമെടുക്കുന്ന തുക വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ശമ്പള പെൻഷൻ ചെലവുകൾക്ക് പോലും തികയാതെ വരും. അതിനായി കൂടുതൽ വായ്പയും എടുക്കണം. അങ്ങനെ കടത്തിനുമേൽ കടം കയറി മുടിയുകയാണ് നമ്മുടെ സംസ്ഥാനം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ജനം മെഗാ ഓണപ്പൂക്കള മത്സരം എറണാകുളം ഇടപ്പള്ളി ഒബ്രോൺ മോളിൽ ആരംഭിച്ചു കഴിഞ്ഞു. 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അതിനോടൊപ്പം തന്നെ ജിജീഷ് കരുണാകരൻ അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ടും നൽകും. ജിജീഷ്, മൊത്തത്തിൽ ഓണം മൂടായി കഴിഞ്ഞോ? അനു പറഞ്ഞതുപോലെ തന്നെ ഒരു ഓണം മൂഡിലാണ് എല്ലാവരും ഉള്ളത്. ആ ഒരു ആഘോഷങ്ങൾക്കൊപ്പം ചേർന്ന് ആഘോഷങ്ങളെ കൂടുതൽ മികവുറ്റതാക്കുകയാണ് ജനം TV. ഈ മെഗാ ഓണപ്പൂക്കള മത്സരം, ആ പൂക്കള മത്സരം ഇപ്പോൾ ഒബ്രോൺ മാളിൽ പുരോഗമിക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ഒരു ആവേശം, ഒപ്പം തന്നെ പങ്കാളിത്തം എല്ലാം തന്നെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പൂക്കള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജനം TV പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാർ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ജനം TV ഒരു ടീം തന്നെ ഇതിൻ്റെ മേൽനോട്ടവുമായി മുന്നിലുണ്ട്. അന്നിട്ട് ഇതൊരു വലിയൊരു ആവേശത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളൊരു വലിയ തോതിൽ സാധാരണ ഒരു മെഗാ പൂക്കള മത്സരത്തെ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനുമപ്പുറം ആ സമ്മാനത്തുകയും ഒപ്പം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളും എല്ലാം പങ്കാളിത്തത്തെ വലിയ തോതിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്? എന്തായാലും ഓണം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷം ആണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മത്സരത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജനം TV ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 3 മേഖലകളായി തിരിച്ചാണ്. തിരുവനന്തപുരത്തേത് കഴിഞ്ഞു, മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഒബ്രോൺ മാളിൽ പൂക്കള മത്സരം നടക്കുന്നു. അത് കഴിഞ്ഞ് മറ്റന്നാൾ ഇനിയിപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ്. ഈ ഇവിടെ എത്തിയവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇത്രയും വലിയ മത്സരത്തുക, സമ്മാനത്തുക കൊടുത്തൊരു മത്സരം ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം കേരളത്തിനകത്തും പുറത്തും പല മത്സരങ്ങളിൽ പങ്കെടുത്തവരാണ്, ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ 50,000 രൂപ വലിയ പ്രൈസാണെന്ന് പറയുന്നത്. 30,000 രൂപ, 20,000 രൂപ, അതാണ് പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രം. അതിനുപരിയായിട്ട് ഈ പങ്കെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഉണ്ട്. ഇന്ന് അവധി ദിവസമായത് നന്നായി, കാരണം ഇത് കാണാനും ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മലയാളികളുടെ ആഘോഷം, കേരളത്തിൻ്റെ ദേശീയോത്സവം, അത് കൂടുതൽ മനോഹരമാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ജനം TVക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. നമ്മുടെ ഈ ഓൺ ഗ്രൗണ്ട് ഇവൻറ്റിൽ ഒന്ന് മാത്രമാണ് ഇത്, ഓണപ്പൂക്കള മത്സരം. ഇനി ഓണവണ്ടി വരുന്നുണ്ട്. മാവേലി പ്രജകളിലേക്ക് പോകുന്നത് പോലെ ജനം TV ഓണവണ്ടി എല്ലാ പ്രജകളിലേക്കും എത്തുന്നുണ്ട്. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർക്കായിട്ട് ഇക്കുറി നിരവധി സമ്മാനങ്ങളാണ് ജനം TV ഒരുക്കി വെച്ചിരിക്കുന്നത്. ജനം TV കാണുക, ജനം TVയുടെ ഈ ഓൺ ഗ്രൗണ്ട് ഇവൻറ്റ്സിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഓണം കളറാക്കാൻ ജനം TV ഇനിയും ഏറെ ആഘോഷങ്ങളുടെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ അവരെല്ലാം വലിയ ഒരു ആവേശത്തോടെ ഈ ഒരു പൂക്കള മത്സരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്ന കാഴ്ചകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും.
പലരും പൂക്കള മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇത് ഒരു പൂർത്തിയാവുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് ചേച്ചി ഏതാണ്ട് പൂർത്തിയായി കഴിയാറായല്ലോ അല്ലേ? ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. I think we will finish it. എങ്ങനെയുണ്ട്? ഒരു വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു അല്ലേ? We are happy that we participated. ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു Yes. വലിയ പ്രായമായവരും കുട്ടികളും എല്ലാം തന്നെ ചെറുപ്പക്കാരും എല്ലാം ഈ ഒരു ആവേശത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നത് തന്നെയാണ്. അവരുടെ ഒരു സന്തോഷമെല്ലാം നമുക്ക് ഇവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയും. എങ്ങനെയുണ്ട്? ഇത് പൂർത്തിയാവാറായോ? പൂർത്തിയാവാറായിക്കൊണ്ടിരിക്കുന്നു. ഒരു റൗണ്ടും കൂടെ തീർക്കാം. ഒരു റൗണ്ടും കൂടെ. അതെ. എങ്ങനെയാണ്? വലിയ ഇത് കടുത്ത മത്സരമാണോ? ഞങ്ങൾ മത്സരം പോലെയല്ല, ഒരു രസം. അതിൻ്റെ ഒരു സന്തോഷം കാണാനുണ്ട്. അതെ 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 അതെ. വലിയ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം അവരുടെ എല്ലാ മുഖത്ത് കാണാൻ കഴിയും. നിരവധി ടീമുകൾ 16 ടീമുകളാണ് ഈ ഒരു ആവേശത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും തന്നെ അത് പൂർത്തിയാക്കാൻ 2:15 കൂടി ഈ ഒരു മത്സരം പൂർത്തിയാകും. അതിനുള്ളിൽ തന്നെ എല്ലാം തീർത്ത് പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. എങ്ങനെയായി? നമ്മുടെ ഏതാണ്ട് ഫിനിഷായി എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, തീരാറായി. ഞങ്ങള് എടപ്പള്ളി എന്നുള്ള ടീമാണ് ഞങ്ങൾ. എറണാകുളം, ഇടപ്പള്ളി എല്ലാം, മട്ടാഞ്ചേരി. ഞങ്ങള് എറണാകുളത്തെ ആൾക്കാരാണ്. ഞങ്ങൾ എറണാകുളം ബ്രാഹ്മണ സഭയുടെ സമൂഹത്തിലുള്ളവരാണ്. അപ്പം നമ്മൾ എറണാകുളം ജില്ലയെല്ലാം ഉണ്ട്. ഇവർ എടപ്പള്ളി, ഒരു മട്ടാഞ്ചേരി, അവിടുന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ വന്നിരിക്കുന്നത്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്? പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എടപ്പള്ളിയിൽ മിക്കവാറും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ജനം ടിവിയുടെ പ്രേക്ഷകർ കൂടിയാണ് എല്ലാവരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ നവരാത്രി ഫുള്ളും ജനം ടി വി എടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ അതിനകത്ത് പരിചയമുള്ള മുഖങ്ങൾ തന്നെയായിരിക്കും. ഒരു ഓണപ്പാട്ട് പ്രേക്ഷകർ കൂടി ആദ്യം പാടിയല്ലോ, ഒന്നും കൂടെ ഒരിക്കൽ കൂടി. തിരുവോണപ്പൂലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ആവേശം പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി അവരും ആഘോഷങ്ങളിലായിരിക്കും പല ഭാഗങ്ങളിലായിട്ട്. ശരി, ഓക്കെ. വലിയ ഒരു ആവേശത്തിൻ്റെ ഭാഗം തന്നെയായി ഓരോരുത്തരും മാറുന്നു. അവിടെ മാവേലിയുണ്ട്. ഈ ആഘോഷങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആളായ മാവേലി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇതിനെല്ലാം ഒരു മേൽനോട്ടക്കാരനെ പോലെയാണ് മാവേലി അവിടെ നിൽക്കുകയും ചെയ്യുന്നത്. മാവേലിയോട് തന്നെ നമുക്ക് ഈ ആഘോഷത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയും. നമസ്കാരം മാവേലി, ക്ഷീണമായി തുടങ്ങി. മാവേലിക്ക് ക്ഷീണമോ? ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ലല്ലോ. പിന്നെ ആഹാരം കഴിക്കുന്ന സമയമാകുമ്പോൾ ആഹാരം കഴിക്കണം. മാവേലിയാണെന്ന് പറഞ്ഞായിരിക്കും ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കണം. മാവേലി, പ്രജകൾ നടത്തുന്ന ഈ ഒരു മത്സരം, പ്രജകൾക്കായി ജനം ടി വി സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം, വലിയൊരു മത്സരത്തുക, സമ്മാനത്തുക നൽകുന്ന ഒരു മത്സരം. അത്തരത്തിൽ എങ്ങനെ കാണുന്നു ഇതിനെ? വളരെ ഗംഭീരമായിട്ട് തന്നെ ഇതിനെ കാണുന്നു. ഇങ്ങനെയുള്ള ചടങ്ങുകൾ വേണം ഈ ഓണകാലഘട്ടത്തിൽ. ഇതുപോലുള്ള നല്ല നല്ല ഈ മത്സരങ്ങളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള, ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജറ്റിക്കൽ മൈൻഡാണ് നമുക്ക് തോന്നുന്നത്. ഐക്യം കൂടി സൂചിപ്പിക്കുകയല്ലേ? അതെ, കാരണം എല്ലാവരും കൂടി ഒരു പല നാട്ടിൽ നിന്നുള്ള, അതായത് 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരല്ലേ ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു അതിശയം തന്നെയാണ് നമുക്ക് ജനങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു മത്സരം ഇപ്പം നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇന്നിവിടെ എത്തിയപ്പോൾ വളരെ ഭയങ്കര സന്തോഷമായിട്ടാണ് നമുക്ക് തോന്നിയത്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ഒരു വലിയ മത്സരം, മഹാമത്സരം എന്ന് പറഞ്ഞ് പറയാം. മാവേലി ജനം ടിവിയുടെ ഒരു പ്രേക്ഷകനാണോ? അവിടെ തീർച്ചയായിട്ടും വീട്ടിലുണ്ട്, ജനം ടി വി കാണാറുണ്ട്, വാർത്തകൾ കാണാറുണ്ട്. ഒരു ജനം ടിവിയുടെ ഒരു ആരാധകനാണ് ഞാൻ. ഈ മാലോരകൽ എല്ലാവരും തന്നെ മാവേലിയുടെ ആരാധകരാണ്. മാവേലി ജനം ടിവിയുടെ ആരാധകരാണ്. തീർച്ചയായിട്ടും. പണ്ടൊക്കെ നമ്മളിവിടെ വരുമ്പോഴേ ഈ കള്ളവുമില്ല ചതിവുമില്ല എന്ന് പാടുന്ന പാട്ടുകളും, അതുപോലെ തന്നെ കേരളം തിങ്ങും കേരള നാടാണ്. പക്ഷേ ഇപ്പം കേരളത്തിനും കേരള നാട് മാറി ഇപ്പോൾ ഒരു തേങ്ങ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായി മാറിയിരിക്കുക. ഈ അവസ്ഥയൊക്കെ മാറിക്കൊണ്ട് പണ്ടത്തെ പുൽപ്പാടങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മളിപ്പോൾ പൂക്കൾ കൊണ്ടുവന്ന് അത്തമിടുന്നത്. ഇത് തന്നെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുണ്ടാക്കുന്ന ചെടികളിൽ നിന്ന് പറിച്ചുണ്ടാക്കി ഇടുന്ന ഒരു അത്തക്കളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഐശ്വര്യമാണ്.
അത്തത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ തിരുമുറ്റത്തെ ചാണകവും മെഴുകി അത്ത വിടുമ്പോൾ എന്തൊരു ഐശ്വര്യമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല, അതൊക്കെ മറഞ്ഞു പോയി, മാഞ്ഞു പോയി. ഇതൊക്കെ ഇനിയും ഈ വരും കാലങ്ങളിൽ ഇങ്ങനെയൊന്നും ആകാതെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ നമ്മൾ എത്തണം. എല്ലാവരും ഒത്തൊരുമയോടും സന്തോഷമായിട്ടും സമാധാനത്തോടും ഐക്യത്തോടും നല്ല ഒരു സ്നേഹബന്ധങ്ങളോടും പരസ്പരം അങ്ങോട്ടും അച്ഛനെയും അമ്മയും തിരിച്ചറിയുക, മക്കൾ അമ്മയെ തിരിച്ചറിയുക, അച്ഛനെ തിരിച്ചറിയുക, എല്ലാം ആ കൂട്ടുകുടുംബമായിട്ട് മാറിക്കൊണ്ട് നല്ലൊരു അതിമനോഹരമായ ഒരു ഇനിയുള്ള കാലഘട്ടം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവിധ ഓണാശംസകളും. അനു, നമുക്ക് എല്ലാവർക്കും തന്നെ മാവേലിയുടെ ഓണാശംസകൾ കിട്ടി. അങ്ങനെ ആഘോഷങ്ങളുടെ ഈ ഒരു കാലത്ത് മാവേലി തന്നെ അനുഗ്രഹിക്കുകയും ആശംസകൾ നൽകുകയും എല്ലാം ചെയ്തു. ആ സമ്പൽ സമൃദ്ധിയുടെ കാലത്തേക്ക് അതിൽ ചില മാറ്റങ്ങൾ അദ്ദേഹം കാണുന്നുണ്ടെങ്കിലും വീണ്ടും ആ സമ്പൽ സമൃദ്ധിയുടെ കാലത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന വലിയ പ്രതീക്ഷ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു മത്സരം പുരോഗമിക്കുന്നത് എന്ന് വെച്ചാൽ ആവേശപൂർവ്വമാണ് ആളുകൾ പങ്കെടുത്തത്. കാരണം ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്ന 50,000 രൂപ ഒന്നാം സമ്മാനം നൽകുന്ന, 30,000 രൂപ രണ്ടാം സമ്മാനം നൽകുന്ന, 20,000 രൂപയുടെ മൂന്നാം സമ്മാനമുള്ള ഒരു മെഗാ ഓണപ്പൂക്കള മത്സരം. അത്തരത്തിലുള്ള ആ മത്സരത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് തന്നെയാണുള്ളത്. എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി? അതെ, ഞങ്ങൾ നന്മ പുരുഷ സംഘം പെരുമ്പാവൂരാണ്. നന്മ പുരുഷ സംഘം, പുരുഷസഹായ സംഘം, കുടുംബശ്രീ പോലുള്ള അറിയാം. അതാണ് സംഭവം. ഞങ്ങൾ അങ്ങനെ പങ്കെടുക്കണതാണ്. നമ്മുടെ അല്ലാണ്ട് അല്ലേ നല്ല ഫിനിഷിംഗ് ഞങ്ങൾ ഇത്രേ ഉള്ളൂ. ഇത് കറക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ജനം ടി വിയിൽ ഇങ്ങനെ ഒരു പൂക്കള മത്സരം നടക്കുന്നത് അറിഞ്ഞാൽ നമ്മളതിൻ്റെ ഭാഗമായി എന്ന് വെച്ചാൽ ജനം ടി വി ഞങ്ങൾ അറിഞ്ഞാണ്ട് അപ്പോൾ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തതാണ്. പൂക്കളം നമ്മുടെ ഒരു കരാണ്. പൂക്കളം കരമാണ്. അതെ അതെ. ഞങ്ങളൊക്കെ പൂ പറിക്കാന്ന് വെച്ചാൽ കുഞ്ഞു ചെറുപ്പത്തിൽ വളരെ ബുദ്ധിമുട്ട്, വളരെ പൂ പറിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. ട്രഡീഷണൽ പൂവെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ആവേശത്തിൽ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടോ? പൂക്കളൊക്കെ കണ്ടോ? അനു, എല്ലാവരും തന്നെ ആവേശപൂർവ്വം അതിൽ പങ്കെടുക്കുന്നു. അത് കാണുന്നതിന് വേണ്ടി വലിയ ആളുകൾ എത്തിച്ചേർന്നു. പല ഭാഗങ്ങളിൽ നിന്ന് ഈ ഓണപ്പൂക്കളത്തിൽ മത്സരത്തിന്റെ പങ്കെടുക്കുന്നതിനും കാണുന്നതിനുമായി എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. മാഡം, പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞോ? കണ്ടോണ്ടിരിക്കുന്നു. ഇഷ്ടമായോ? പിന്നെ നല്ല രസമുണ്ട്. ജനം ടി വി സംഘടിപ്പിക്കുന്നതാണ്. ഏറ്റവും വലിയ സമ്മാനത്തൊക്കെ നൽകിക്കൊണ്ട് ജനം ടി വിയാണ് ഇതിന്റെ സംഘാടകര്. ഒപ്പം തന്നെ ഒബ്രോൾ മാളുമായി ചേർന്നിട്ടാണ്. കണ്ടെടുത്തോളം എങ്ങനെയുണ്ട് പൂക്കളങ്ങളൊക്കെ? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ കണ്ടോ? പങ്കെടുക്കാൻ തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട്? ഉണ്ട്, പങ്കെടുക്കാനും തോന്നുന്നുണ്ട്. ഇല്ലേ? എന്താ പേര്? ഏഞ്ചൽ. ഓ ശരി. കുട്ടികളിലടക്കം ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമാകുന്നു. അവരിത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സന്തോഷം നിറയ്ക്കുന്നു അവരുടെ മനസ്സുകളിൽ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അനു, തീർച്ചയായും അതേ ആവേശത്തോടെ പുരോഗമിക്കട്ടെ. മത്സര വിജയികൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. മാവേലിയുടെ വിശപ്പ് മാറ്റുക ജിജീഷ്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം. വയനാട്ടിൽ അധ്യാപികയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതായി പരാതി. അമ്പലവയൽ GVHS സ്കൂളിലെ അധ്യാപികയെ പ്രധാന അധ്യാപകൻ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ് പരാതി. പ്രധാന അധ്യാപകൻ ബിജു PBക്കെതിരെ പോലീസിനൊക്കെ പരാതി നൽകിക്കഴിഞ്ഞു. നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അധ്യാപിക പറയുന്നത്. അർജുൻ PS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, അനു, തീർച്ചയായും ഇതിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ആഗസ്റ്റ് 2-നാണ്. SPC ചാർജുള്ള ടീച്ചറാണിത്. ആ ടീച്ചർക്കെതിരെയാണ് ഇത്തരത്തിൽ ജാതി പേര് വിളിച്ചുകൊണ്ടുള്ള ഒരു അധിക്ഷേപം പ്രധാന അധ്യാപകൻ നടത്തിയിട്ടുള്ളത്. അതായത് GVHS, അമ്പലവയൽ GVHSലെ പ്രധാന അധ്യാപകനായ ബിജു PB ആണ് ഇവരെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചത്. ഈ പരിപാടി കഴിഞ്ഞ ഉടനാണ് SPCയുടെ പരിപാടി. അന്ന് SPC ദിനമായിരുന്നു. അതേ തുടർന്ന് SPCയുടെ ഈ പതാക ഉയർത്തുകയും പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടിയുടെ ദൃശ്യങ്ങളും ഫോട്ടോയും ഒക്കെ ഗ്രൂപ്പിൽ ഈ ടീച്ചർ ഇടുകയും ചെയ്തു. ആ സമയത്ത് ഇത് കണ്ട അധ്യാപകൻ ക്ലാസ്സിലെത്തുകയും, അതായത് SPCയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ് നടക്കുന്ന സ്ഥലമുണ്ട്, അവിടെ എത്തുകയും തുടർന്ന് ഈ അധ്യാപികയെ മോശമായ രീതിയിൽ അധ്യാപികയോട് സംസാരിക്കുകയും കുട്ടികളുടെ മുൻപിൽ വെച്ച് തന്നെ ഈ അധ്യാപികയെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരാതിയാണ് അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അധ്യാപിക DDEക്കും അതുപോലെ തന്നെ ഡെപ്യൂട്ടി DDEക്കും പോലീസിനും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പരാതി നൽകിയിട്ടും ഇതുവരെയും അധ്യാപകനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ടീച്ചറും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും SPC ചാർജ് അടക്കമുള്ള ടീച്ചറാണ്. 13 വർഷക്കാലത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ്. ഈ സ്കൂളിൽ മാത്രം 12 വർഷമായി ഈ ടീച്ചർ അധ്യാപിക ജോലി ചെയ്യുന്നു. ആ ഒരു സമയത്താണ് ഈ ടീച്ചറോട് മോശമായ രീതിയിൽ തന്റെ ജാതി ഇതല്ലേ, പിന്നെ കണ്ണോടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളതടക്കമുള്ളത് ചോദിച്ചാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തിയിട്ടുള്ളത്. പോലീസിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ DDIക്കും അടക്കം പരാതി അതോടൊപ്പം നേരിട്ട് ചേരുന്നുണ്ട്. ടീച്ചർ നമസ്തേ, കേൾക്കാമോ? നമസ്കാരം. നമസ്കാരം. പരാതി താങ്കൾ ഉന്നയിച്ചു കഴിഞ്ഞു, DDIക്കും പോലീസിനും ഒക്കെ നൽകി. പക്ഷേ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല. അവർ താങ്കളെ തിരികെ ബന്ധപ്പെട്ടിട്ടുമില്ല, അങ്ങനെയാണോ? അതെ അതെ, അത് ശരിയാണ്. ഞാൻ ഓഗസ്റ്റ് 6-ാം തീയതി ഞാൻ പരാതി DDIക്കും പിന്നെ എഡ്യൂക്കേഷൻ ഓഫീസർക്കും പട്ടികജാതി വികസന ഓഫീസർക്കും കൊടുത്തതാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതുവരെ ഒരു അന്വേഷണമായിട്ട് ആരും എന്നെ സമീപിച്ചിട്ടില്ല. ഇതുവരെ എന്താന്ന് പോലും ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ടീച്ചറൊരു സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലൊരു അധിക്ഷേപം താങ്കൾ നേരിട്ടത് അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് ജനം TVയും ഒപ്പം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ. ഈ പരാതി നൽകിയപ്പോൾ എന്തായിരുന്നു പ്രതികരണം ആദ്യം? ഞാൻ DD ഓഫീസറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നേരിട്ടല്ല പരാതി തരേണ്ടത്, HM ത്രൂ വഴിയാണ് തരേണ്ടതെന്ന് പറഞ്ഞു. അപ്പം HMനെ കുറിച്ചുള്ള പരാതി ഞാൻ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ, തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പരാതി HMനെ ഏൽപ്പിക്കുകയും അത് ക്ലർക്ക് മുഖേന DD ഓഫീസിലോട്ട് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പ്രതികരണം? പോലീസിൽ ഞാൻ ഓൾറെഡി SPC ചാർജുള്ള ടീച്ചർ കൂടി ആയതുകൊണ്ട്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ SPC ചാർജ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കാര്യങ്ങൾ പറഞ്ഞ് വിളിച്ച് അറിയിച്ചായിരുന്നു. കൂടാതെ രേഖാമൂലവും പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ വിളിപ്പിച്ചു 2 ദിവസം ഞങ്ങളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പരാതിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. പറയാൻ കഴിയുമെങ്കിൽ ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരം ഒരു അധിക്ഷേപം അദ്ദേഹം നടത്തിയത്? അത് ഒരു പ്രത്യേക റീസൺ ഉണ്ടാക്കിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. പക്ഷെ എനിക്കത് മനസ്സിലായില്ലായിരുന്നു. നമ്മൾ ഇൻഡോർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ബാച്ച് സ്റ്റുഡൻസ് ഓൾറെഡി ഹാളിലുണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്കുള്ള ഇൻഡോർ ക്ലാസ്സും ക്വിസ് മത്സരമൊക്കെ നടത്താൻ തുടങ്ങിയപ്പോഴാണ് സാറ് ഓടി വന്നിട്ട് കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഹാളിനകത്തുനിന്ന് ഈ തരത്തിലുള്ള സംസാരിച്ചത്. പറഞ്ഞായിരുന്നു പുറത്തോട്ട് പോയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ടും സാർ അത് കേൾക്കുവോ, പിന്നെ എന്നോട് കയർക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. അപ്പോഴും അത് വിശദീകരിക്കാൻ സാർ തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിനെതിരെ മറ്റു പരാതികൾ എന്തെങ്കിലും നിലവിലുണ്ടോ ടീച്ചർ? നിലവിൽ എല്ലാ ടീച്ചേഴ്സിനോടും, ഒരുവിധം ടീച്ചേഴ്സിനോടൊക്കെ ഇങ്ങനെയുണ്ട്. ഓൾറെഡി DDയിൽ ഒരു പരാതിയുണ്ട്. മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസിന്റെ ടീച്ചർ ഉണ്ടായിരുന്നു. അവരോട് മോശമായി പെരുമാറിയതിന്റെ ഒരു പരാതി ഓൾറെഡി DDയിലുണ്ട്. അപ്പം അവർ ഡെയിലി വേജ് ആയതുകൊണ്ട് അത് എന്താണെന്ന് എനിക്ക് തുറന്ന് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരെന്നെ വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ അവർ ജോലി ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ശരി, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഹോൾഡ് ഉണ്ട്, ഇദ്ദേഹത്തിന് ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ട് എന്ന് ടീച്ചറിന് തോന്നിയോ? സംരക്ഷണം എന്ന് പറഞ്ഞാൽ സംഘടനയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ അറിയില്ല. ആരോ സംരക്ഷിക്കുന്നുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു അന്വേഷണം പോലും വരാതെ ഇങ്ങനെ നിൽക്കില്ലല്ലോ. ഇത്രയും വലിയൊരു പരാതി കൊടുത്തിട്ട് ഒരു അന്വേഷിക്കാൻ എന്താന്ന് പോലും ചോദിക്കാൻ തയ്യാറായില്ലല്ലോ നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ. തീർച്ചയായും താങ്കളിങ്ങനെ പരാതി നൽകിയത് എന്തായാലും പ്രധാന അധ്യാപകൻ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുഖേന പരാതി നൽകണമെന്നുള്ള വിചിത്ര ആവശ്യം DDI ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടി ഇതേ തുടർന്ന് ഈ പരാതി ലഭിച്ചതിന് ശേഷം അദ്ദേഹം സംസാരിക്കുകയോ മാപ്പ് പറയാൻ തയ്യാറാവുകയോ ചെയ്തിരുന്നോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോഴാണ് സാറ് വന്നിട്ട് എൻ്റെ പുറകിൽ കുറേ പേര് ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ടീച്ചറോട് ഇങ്ങനെ പെരുമാറിയതെന്നും മാപ്പാക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പിൻവലിച്ചിട്ടില്ല. ശരി, അപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകും? അതെ, ഞാൻ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന അങ്ങനെ പോകും. ഇനി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് എന്താണ് തീരുമാനം എന്ന് അറിയട്ടെ. നമ്മൾ ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടേ വല്ലാത്ത വിഷമമാണ് ശരിക്കും. തീർച്ചയായും അത് മനസ്സിലാവുന്നുമുണ്ട്. വളരെയധികം നന്ദി ടീച്ചർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അമ്പലവയൽ GVHSലെ അധ്യാപികയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം
ഉണ്ടായിരുന്നത്. പ്രധാന അധ്യാപകൻ, ഇതേ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇവരെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ള പരാതി അത് പോലീസിലും DDEക്കും അടക്കം നൽകിയിട്ടും ഇതുവരെ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപികയുടെ നിലപാടും. ഇനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടിയുണ്ട്. നാളെ 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുമുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, മുന്നറിയിപ്പ് എപ്രകാരം? ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് അത് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ്, മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളുമാണ് കൂടുതൽ ശക്തമായ മഴ പെയ്യുക എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ കാര്യമായ അലർട്ടുകളില്ല. നിലവിൽ 6 ജില്ലകളിലാണ് കേരളത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ജില്ലകൾ ഇപ്രകാരമാണ്: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പിന്നീട് തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 5 ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളാണ്. മറ്റ് ജില്ലകൾ എവിടെയും മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ല. നാളെയും 11ഓളം ജില്ലകളിൽ 9ഓളം ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളൊന്നും അലർട്ടില്ലാത്ത സാഹചര്യമാണുള്ളത്. അതിനടുത്ത ദിവസങ്ങളിൽ നിലവിൽ അലർട്ടുകളൊന്നും നൽകിയിട്ടില്ല. എന്തായാലും ഇനി വരുന്ന അടുത്ത 4 മണിയോടെ അലർട്ട് വരണം. അപ്പോഴായിരിക്കും ഈ മഴയുടെ സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ പുരോഗമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ അലർട്ടുകൾ ആ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ അത് കൂടുതൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മരം വീണും പോസ്റ്റ് ഇടിഞ്ഞു വീണുമുള്ള അപകടങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പുകളായി വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് 1 മണിക്ക് വന്നിരിക്കുന്ന അലർട്ടിൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ഇന്ന് നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അതിനടുത്ത 3 ദിവസങ്ങളിൽ നിലവിൽ അലർട്ടുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അനു. ഛത്തീസ്ഗഡിലെ പുതിയ തലസ്ഥാനം നവറായ്പൂർ രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഗ്രീൻഫീൽഡ് നഗരമാണ്. നഗര രൂപകൽപ്പനയിലും വാസ്തുവിദ്യയിലും സംസ്ഥാനത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സമ്പന്നമായ പൈതൃകവും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്നു. വിഷ്ണുദേവ് സായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഛത്തീസ്ഗഡിൻ്റെ ഐഡന്റിറ്റിയായി മാറിക്കഴിഞ്ഞു നവറായ്പൂർ. विकसित होगा तो भारत को विकसित होने से कोई नहीं रोक सकता है. പുതിയ ഛത്തീസ്ഗഡിന്റെ വികസിത മുഖം സംസ്ഥാനത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ആസൂത്രിത നഗരം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പരിസ്ഥിതി സൗഹൃദ പ്രദേശം. ഇതാണ് അടൽ നഗർ നവറായ്പൂർ. ഛത്തീസ്ഗഡിന്റെ പുതിയ തലസ്ഥാന നഗരി 21-ാം നൂറ്റാണ്ടിലെ രാജ്യത്തെ ആദ്യത്തെ ആസൂത്രിത തലസ്ഥാന നഗരം എന്ന ഖ്യാതി ഉള്ളപ്പോഴും കടബാധിത തെല്ലുമില്ല നവറായ്പൂരിന്. നഗരം ആസൂത്രണം ചെയ്യാൻ നയാ റായ്പൂർ വികസന അതോറിറ്റി കേന്ദ്രത്തിൽ നിന്നും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും കടമെടുത്ത 1788 കോടിയും അടച്ചു തീർത്തു കഴിഞ്ഞു. നവറായ്പൂരിന് തൊഴിൽ കേന്ദ്രീകൃത നഗരമായി വികസിപ്പിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന്റെ സാക്ഷാത്കാരം ഇവിടെ കാണാം. സൂക്ഷ്മതയോടെ രൂപകൽപ്പന ചെയ്ത നഗരം കൂടിയാണ് നവറായ്പൂർ. വ്യാപാര, ഹോസ്പിറ്റാലിറ്റി മേഖലകളുടെ കേന്ദ്രം. നഗര രൂപകൽപ്പനയിലും വാസ്തുവിദ്യയിലും സംസ്ഥാനത്തിന്റെയും ഭാരതത്തിന്റെയും സമ്പന്നമായ പൈതൃകവും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്നു. വിഷ്ണുദേവ് സായി മുഖ്യമന്ത്രിയായ ശേഷം പിന്നീട് 1.5 വർഷത്തിൽ 4500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിന് ധാരണയായി. നവറായ്പൂർ കേന്ദ്രമാക്കി ഒരു സംസ്ഥാന തലസ്ഥാന മേഖല കൂടി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. നവറായ്പൂരിനെ പ്രമുഖ IT ഹബ്ബാക്കാൻ പുതിയ വ്യാവസായിക നയം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും സാധ്യമാകും. ഭാരതത്തിലെ ആദ്യ സംയോജിത നഗരമായി നവറായ്പൂർ സംസ്ഥാനത്തിന്റെ സേവന സാമ്പത്തിക മേഖല കൂടിയാകുന്നു. നഗരത്തിലെ ബൃഹത് പദ്ധതികൾ കൂടി പരിശോധിക്കാം. രാജ്യത്തെ ആദ്യ AI അധിഷ്ഠിത ഡേറ്റ പാർക്ക്, മധ്യഭാരതത്തിലെ ആദ്യ സെമി കണ്ടക്ടർ പ്ലാനറ്റ്, പുതിയ വിദ്യാഭ്യാസ സിറ്റിയും സയൻസ് സിറ്റിയും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് തുടങ്ങിയവ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേന്ദ്രമായി നവറായ്പൂർ മാറുകയാണ്.
നിരവധി റെസിഡൻഷ്യൽ ഹൗസിംഗ് കോംപ്ലക്സുകൾ, വിനോദ കേന്ദ്രങ്ങൾ, പാർക്കുകൾ തുടങ്ങിയവയും ഇവിടെ വികസിച്ചു കഴിഞ്ഞു. താമസക്കാരെ മാറ്റാതെ നവീകരിച്ച 41 ഗ്രാമങ്ങളാണ് നഗരത്തിലുള്ളത്. 2031 ആകുമ്പോൾ പൂർണ്ണമായും വികസിതമാകുന്ന നഗരം 4.5 ലക്ഷം താമസക്കാരെ പ്രതീക്ഷിക്കുന്നു. നിർമ്മാണ മേഖല മുതൽ IT, ബയോടെക്നോളജി മേഖലകൾ വരെ ഇവിടെ ശക്തമാണ്. വ്യാപാര, ഹോസ്പിറ്റാലിറ്റി മേഖലകളുടെ ഒരു കേന്ദ്രം കൂടിയായി മാറുകയാണ് നവറായ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമായ ഷഹിദ് വീർ നാരായൺ സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇവിടെയാണ്. വിഭാവനം ചെയ്തതിന് അനുസൃതമായി രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് നഗരമായി നവറായ്പൂർ മാറുന്നു. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിയുകയാണ്. സ്ഥലത്ത് കനത്ത മഴ തുടരുന്നു. മണ്ണിടിച്ചിൽ തുടരുന്നതിനാൽ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി താമരശ്ശേരി ഡിവൈഎസ്പി സുഷീറ അറിയിച്ചിട്ടുമുണ്ട്. അടിവാരത്തും ലക്കിടിയിലും വാഹനങ്ങൾ തടയും. അർജുൻ PS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനങ്ങൾ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവഴി പോകരുത് എന്നുള്ള ഒരു അറിയിപ്പ് നേരത്തെ തന്നെ വയനാട് ജില്ലാ കളക്ടർ അടക്കം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് മണ്ണുമാന്തി യന്ത്രമടക്കം അവിടെ കൊണ്ടുവന്ന, പാറ മുട്ടിക്കുന്ന മെഷീൻ അടക്കം അവിടെ കൊണ്ടുവന്ന് ഈ പാറ കഷ്ണങ്ങളും മണ്ണും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് വാഹനങ്ങൾ യഥേഷ്ടം പോകുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും അത്തരത്തിൽ വാഹന ഗതാഗതം സുഗമമായി നടക്കുന്നതിനിടയ്ക്കാണ് പിന്നീട് ഒരു കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് മണ്ണും അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും ഉരുണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് പിന്നീട് വാഹന ഗതാഗതം ഭാഗികമായി അവിടെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാഹന ഗതാഗത നിയന്ത്രണം, അതായത് കഴിഞ്ഞ ദിവസത്തെ നിയന്ത്രണവും അതുപോലെ തന്നെ നിരോധനവും നിലനിൽക്കുന്ന ഇതിനിടയ്ക്ക് ഈ ചെറിയ വാഹനങ്ങൾ, അതായത് ചില പ്രധാനപ്പെട്ട വാഹനങ്ങളും അതുപോലെ തന്നെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇടിവ് വീണ്ടും ഉണ്ടായതിനെ തുടർന്ന് ഈ മണ്ണും അതുപോലെ തന്നെ ചെറിയ കല്ലുകളൊക്കെ പതിക്കുന്ന സാഹചര്യത്തെ തുടർന്ന് പിന്നീട് ഗതാഗതം പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ആംബുലൻസുകൾ മാത്രമാണ് കടത്തിവിടുന്നത്. ആംബുലൻസുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ താമരശ്ശേരി ഭാഗത്തേക്ക് പോകുവാനും താമരശ്ശേരി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ലക്കിടി, വയനാട് ഭാഗത്തേക്ക് വരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ വിദഗ്ധ സംഘം ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി ഈ സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം വിലയിരുത്തിയ ശേഷം മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുക. നിലവിൽ ഇപ്പോൾ കുറ്റ്യാടി ചുരം വഴിയാണ് വാഹനങ്ങൾ ഈ ഇത്തരത്തിൽ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും KSRTCയുടെ സർവീസ് ചിലത് ഇല്ല എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട്. ഈ ചുരത്തിൽ കഴിഞ്ഞ പിന്നീട് നാടുകാണി അല്ലെങ്കിൽ കുറ്റ്യാടി ചുരം, ഈ 2 ചുരത്തിൽ കൂടി മാത്രമേ പിന്നീട് വയനാട്ടിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നാടുകാണി ചുരം വലിയ ദൂരം, വളരെ ദൂരം കൂടുതലാണ്. കുറ്റ്യാടി ചുരവും അതുപോലെ തന്നെ 140 കിലോമീറ്ററോളം കൂടുതൽ ചുറ്റി ഈ വയനാട്ടിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായും. അത് കൽപ്പറ്റ, അതുപോലെയുള്ള പനമരം, കൽപ്പറ്റ, വൈത്തിരി, ലക്കിടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അവർക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം കോഴിക്കോട് നിന്നും തുടർന്ന് ഈ വയനാട്ടിലേക്ക് എത്തുവാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ആ സാഹചര്യത്തിൽ നേരിടുന്നത്. എന്നാൽ തന്നെയും ആ വഴിയിൽ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു താമരശ്ശേരി വഴി പോകേണ്ട വാഹനങ്ങൾ അടക്കം ഈ ചുരത്തിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് അർജുൻ? അപകടകരമായ സാഹചര്യം എന്ന് വിലയിരുത്തേണ്ടി വരുമോ? അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ മാറ്റാനുള്ള നടപടികൾ വേഗത്തിൽ തന്നെയാണോ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഇത്തരത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മാറ്റണമെങ്കിൽ ഈ ചുരം വീണ്ടും ഈ ഒരു പ്രശ്നം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ഉള്ള ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ കഴിയുക. അല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറ്റ്യാടി ചുരം വഴിയോ അല്ലെങ്കിൽ മറ്റ് ഈ നാടുകാണി ചുരം വഴിയോ ഇവരെ കയറ്റി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വലിയ സമയനഷ്ടം ഇവർക്കുണ്ടാകും. മാത്രമല്ല ദൂരം കൂടുതലുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് മാത്രമല്ല ഈ താമരശ്ശേരി ചുരത്തിൽ പോകുന്ന വണ്ടികൾ അടക്കം ഈ കുറ്റ്യാടി ചുരത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ കുറ്റ്യാടി ചുരത്തിലും കനത്ത മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയ്ക്കുള്ളത്. താമരശ്ശേരി ചുരത്തിൽ അപകടകരമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പാലക്കാട് CPM-ൽ പോര് മുറുകുന്നു. PK ശശി വിഭാഗത്തിന്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന പാർട്ടി പ്രവർത്തകർ. കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് പ്രവർത്തകർ വിട്ടുനിന്നത്. CPM ലോക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ബഹിഷ്കരണം. ആ സ്ഥാപനങ്ങളിൽ
അതിന്റെ അധികാരികളെ കണ്ണുരുട്ടി പേടിപ്പിക്കാനൊന്നും ആരും മെനക്കെടരുത്. അങ്ങനെയൊന്നും ശ്രമിക്കരുത്. ഇത് വെള്ളരിക്കാപ്പട്ടണമൊന്നുമല്ല. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാനും പഠിക്കാനും വിലയിരുത്താനും ശേഷിയുള്ള നല്ല ഉശിരുള്ള ജനങ്ങളുള്ള നാടാണിത് എന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും കണ്ണുരുട്ടി ശരിപ്പെടുത്തി കളയും, ഇപ്പൊ ശരിപ്പെടുത്തി കളയും എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങ് പേടിച്ചു പോകുന്നവരാണ് സഹകരണ സ്ഥാപനങ്ങളെയൊക്കെ നയിക്കുന്നത്, സഹകരണ സ്ഥാപനങ്ങളിലുള്ളത് എന്ന് തെറ്റായ ധാരണ ഇതോടെ ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.